ആഗ്രഹമില്ലാതെ മനുഷ്യന് ജീവിക്കാനാകില്ല. എന്നാൽ ആഗ്രഹങ്ങൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. സ്വന്തം സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരി അന്യരുടെ ദുഃഖം കാണുവാനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ജത്യാശപിണ്ഡം. ഈശ്വരപൂജ ഭാവസംശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ അത് അന്ധകരണ ശുദ്ധിക്ക് കാരണമാകുന്നു. ഭഗവാനെ ആവാഹിച്ചുകൊണ്ട് തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഭഗവത് ഭാവപ്രാപ്തിക്ക് കാരണമാകുന്നു. ഒരു കുട്ടിയെ പഠിപ്പിക്കണം, അക്ഷരക്രമം അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. പഠിക്കുന്ന ആൾ കൊച്ചുകുട്ടിയാണെന്നുള്ള ബോധം അവർക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ കൊച്ചുകുട്ടിയിലേക്ക് ആ അറിവ് പകർന്നു നൽകുമ്പം കൂടുതൽ എന്തു ചെയ്യും, ഈ പഠിപ്പിക്കുന്ന ആൾ വളരെ സരളനാകാൻ ശ്രമിക്കും. ഇന്ന് വൈകുന്നേരം 6:30 സന്ധ്യാദീപം.